ഇങ്ങോട്ട് ഇറങ്ങണം. എനിക്ക് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാർ? എന്തിനാണെന്ന് പറഞ്ഞാലേ നീ ഇറങ്ങൂ. ബാപ്പയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ആണോ? ഏത് ഹോസ്പിറ്റലിലേക്കാണാവോ കൊണ്ടുപോകുന്നത്? സാർ, അത് സിറ്റി ഹോസ്പിറ്റലിലേക്കാ. ഈ കൊടുങ്കാട്ടിക്കൂടാണോടാ സിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നത്? വാ, ഇരിക്കേ. ഇപ്പം എങ്ങനെയുണ്ട് സാർ? നല്ല വേദനയുണ്ട് രാജീവ്. ചായ എടുക്കട്ടെ? വേണ്ട സാർ, ഞാൻ ഇപ്പോൾ കുടിച്ചോളൂ. എന്തായി നമ്മുടെ ഫർദർ മൂവ്മെന്റ്സ്? സാർ, വിജയ് മേനോന് ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഗുഡ്. അല്ല, രാജീവ് എങ്ങനെ ഇയാളുമായിട്ട് മുട്ടി? അത് പറയണമെങ്കിൽ ഇവൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി തന്നെ പറയേണ്ടി വരും സാർ. പത്താം തരം മുതൽ PG വരെ സ്റ്റേറ്റ് ലെവൽ റാങ്ക് ഹോൾഡർ. അതിനുശേഷം ജേർണലിസം. ഇടയ്ക്ക് കുറച്ചാൾ ഇവിടെ കെൽട്ടോണിൽ. 9 മാസത്തിന് ശേഷം അവിടവും വിട്ടു. പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പാർട്ട് ടൈം ലെക്ചർ 1.5 വർഷം. പിന്നീട് ബോംബെയിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന മൈൻ മിററിൽ 2 വർഷം തികച്ചില്ല. ചീഫ് എഡിറ്റർക്കിട്ട് പിടച്ചു. പക്ഷേ അവർ കേസാക്കിയില്ല. ഒരു കണ്ടീഷൻ വെച്ചു, ബോംബെ വിട്ട് പോകണമെന്ന്. അവിടെ നിന്നും വലിയൊരു ശീലം കിട്ടി, ഡ്രഗ്സ്. 1 വർഷം മുമ്പ് ഞാൻ റൂറലിരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ വന്ന് പെട്ടത്. ബാറിൽ വെച്ചൊരു അടിപിടി, കത്തി കുത്തല അവസാനിച്ചത്. പക്ഷേ മറ്റവൻ ചത്തില്ല. പിടിക്കപ്പെടുമ്പോൾ ഹാഷിഷ് കൈവശം ഉണ്ടായിരുന്നു. ജാമ്യം എടുക്കാൻ ആരും വരാത്തതുകൊണ്ട് അന്നു മുതൽ ജയിലിലാണ്. രാജീവ, ഫോണൊന്നും എടുക്ക. ഹലോ. കള്ള ബുദ്ധൂസേ, നീ ഇതെവിടെയാ? ഇന്നലെ രാത്രി നിന്നെ ഗുണ്ടകളിട്ട് പൊരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ സാറിന് കൊടുക്കാം സാർ. ഹലോ. ഹലോ, മൊബൈൽ ഫോണെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് എടുത്തൂടെ? അതിന് വേണോ ഒരു അസിസ്റ്റന്റ്? നീ ഇപ്പൊ എവിടെന്നാ? സ്വർഗത്തീന്ന്. അത്രയ്ക്ക് ദൂരമാണല്ലോ നമ്മൾ തമ്മിൽ ഇപ്പൊ. നീ കാര്യം പറയടി. എടാ ബുദ്ധൂസേ, ആ ക്രിമിനൽസിനെ ഫോളോ ചെയ്യുന്ന വിവരം ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ നിനക്ക് എന്നോട്? നമുക്ക് ലൈവായിട്ട് നാട്ടുകാരെ കാണിക്കാറുന്നല്ലോ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ഏതോ VIP മരിക്കാൻ കിടക്കുന്നു കേട്ടു, പോയെടുക്ക്. മരണം ലൈവായിട്ട് കാണിക്കാലോ. അത് പോട്ടെ, നിനക്ക് പരിക്കെന്തെങ്കിലും പറ്റിയോ? പിന്നെ ഇടി, എന്റെ തല കളഞ്ഞു പോയി. ഞാനിപ്പോ അത് തപ്പിക്കൊണ്ടിരിക്കുക. തലയോ? അലീന, ഗെറ്റ് റെഡി. ഇക്കു, നീ വേഗം TV ഓൺ ചെയ്തേ. പിന്നെ ഫോൺ കട്ട് ചെയ്യല്ലേ. നമസ്കാരം, ഞാൻ അലീന നെറ്റിക്കാടൻ. പ്രധാന വാർത്തകൾ. സിറ്റി പോലീസ് കമ്മീഷണർ ഇക്ബാൽ IPSന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 2 ക്രിമിനൽസുമായി ഏറ്റുമുട്ടൽ നടന്നതായി സിറ്റി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായ ഇവർ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞതായാണ് റിപ്പോർട്ട്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കമ്മീഷണർ ഇപ്പോൾ ലൈനിലുണ്ട്. കമ്മീഷണർ, പ്ലീസ്. കമ്മീഷണർ മിസ് റിക്കു, സോറി, ഇക്ബാൽ IPS. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടിരിക്കുമല്ലോ. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പരിക്കെന്തെങ്കിലും പറ്റിയോ? സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ പരിക്ക് പറ്റിയെന്നാണോ സാർ? സോറി, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ വാർത്ത? മാധ്യമങ്ങളെ അറിയിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രത്യേക സെല്ലുണ്ട്, അതുവഴി അറിയിക്കാം. ക്ഷമിക്കണം, അദ്ദേഹം ഫോൺ കട്ട് ചെയ്തതാണോ കട്ടായതാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ദേഷ്യത്തിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ഇടവേള. മയക്കുമരുന്നും കള്ളും അടിച്ച് ബോധവും വെളിവും പോയി കിടക്കുന്നവനെ കൊണ്ടുപോയി കേസിന് എന്ത് തെളിവുണ്ടാക്കാനാ സാറേ? അതറിയില്ലേ, ലിക്വർ ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്. കീടം സത്യമേ പറയുള്ളൂ. എങ്കിൽ പിന്നെ കള്ളനെയും കൊള്ളക്കാരെയും കൊണ്ടുപോയി കള്ളു കുടിപ്പിച്ചാ പോരെ സാറേ? സത്യം താനെ പുറത്തു വരില്ലേ? അപ്പോഴേ
കൂടുതൽ വാചം അടിക്കണ്ട. കോടതി ഉത്തരവ് അനുസരിച്ചാൽ മതി. തുറക്ക്. മോർണിംഗ് സർ. മോർണിംഗ്. മോർണിംഗ്. ഒരു സിഗരറ്റ് ഉണ്ടോ? ഉണ്ട്, വാ തരാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ? എന്ത് സുഖം. റിട്ടയർ ആവാൻ ഇനി എത്ര വർഷമുണ്ട്? 3 വർഷം. സർവീസിലിരുന്നുകൊണ്ട് നടത്തിയ സേവനങ്ങൾക്കൊക്കെ ചിലപ്പോൾ നല്ല പാരിതോഷികങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് 3 വർഷം വേണ്ടി വരില്ല. ഇതുപോലെ സൂര്യപ്രകാശം വീഴാത്ത മുറിയിൽ ഇരിക്കുമ്പോ എനിക്കിങ്ങനെയാ പൊട്ടിച്ചിരിക്കണം. പക്ഷെ കാണാൻ മുമ്പിൽ മനുഷ്യൻ്റെതാണെന്ന് തോന്നുന്ന ഒരു മുഖങ്ങളും പാടില്ല. അപ്പൊ ആവോളം പൊട്ടിച്ചിരിക്കാം. എനിവേ, give me a cigarette. ഇവിടെ സെറ്റ് വലിയ പാടില്ല. 2 രൂപ കൊടുത്ത് 3 രൂപ കൊടുത്ത് ഒരു സിഗരറ്റ് വാങ്ങുന്നവന് 300 രൂപ മുതൽ 500 രൂപ വരെ പിഴ. ഇതെന്ത് നിയമം? പിഴച്ച നിയമം, നാറിയ നിയമം. അത് ഉണ്ടാക്കുന്നവനും വിൽക്കുന്നവനും 3000 കോടി രൂപയുടെ ലാഭം. നട്ടലുള്ളവർ ഭരണത്തിലുണ്ടെങ്കിൽ അത് നിരോധിക്കാൻ പറ. അതാണ് ആണത്വം. ഓ സോറി, ഞാൻ സത്യം പറഞ്ഞു പോയി അല്ലേ? തല്ലിക്കോളൂ. നിങ്ങൾ തല്ലാനും ഞങ്ങൾ കൊള്ളാനും അല്ലേ ജനിച്ചത്? മിസ്റ്റർ വിജയ്, ഞങ്ങൾ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തല്ലാനോ കൊല്ലാനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. ചിരിക്കരുത്. ഓ സോറി. അമേരിക്കക്കാർ അതിനും അളവ് നിശ്ചയിച്ചോ? ഇന്ത്യക്കാർ എത്രമാത്രം ചിരിക്കാമെന്ന്? മിണ്ടായിരിക്കടാ, സാറ് പറയുന്ന കേട്ടാ മതി. Give me a weapon. എനിക്കൊരു ആയുധം തരൂ, എന്നാലേ എനിക്കൊരാളെ കൊല്ലാൻ പറ്റൂ. പിന്നെ എനിക്ക് വധശിക്ഷ കിട്ടും. നിനക്ക് ഇപ്പൊ ബോധമുണ്ട്. ആ ബോധം ഞങ്ങളെ കൊണ്ട് കളയിക്കരുത്. റിലാക്സ്, ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഓക്കെ, നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ ഞങ്ങളോട് പറഞ്ഞാൽ നിന്റെയും ഞങ്ങളുടെയും ജോലി തീർന്നു. നീ കിടക്കുന്ന ജയിലിൽ നിന്നും രാത്രികാലങ്ങളിൽ ചിലർ പുറത്തു പോകുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, ആ മിടുക്കന്മാരെ ഞാൻ ആരാധനയോട് നോക്കി നിന്നിട്ടുണ്ട്. അവര് പുറത്തിറങ്ങുന്നതിന്റെ പിറ്റേ ദിവസത്തെ പത്രം വായിച്ച നല്ല രസമാണ്. വെട്ടിയ തലകളുടെയും പൊട്ടിയ ബോംബുകളുടെയും എണ്ണം, അരിഞ്ഞു തള്ളിയ കൈകാലുകളുടെ കണക്ക്. യെസ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്, ദ നേക്കഡ് ട്രൂത്ത്. പാവപ്പെട്ടവന്റെ തലയ്ക്കിപ്പോ നല്ല മാർക്കറ്റാ. ഒരു തലയ്ക്ക് ലക്ഷങ്ങൾ വരെ കിട്ടും. ജീവിച്ചിരിക്കുമ്പോ ഒരു വിലയില്ലാത്ത സാധാരണക്കാരന്റെ തല കൊണ്ട് അവർക്ക് ലക്ഷങ്ങൾ കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് വർക്ക് അല്ലേ ഇൻസ്പെക്ടർ? വധശിക്ഷ വരെ കിട്ടേണ്ട കൊടും ക്രിമിനൽ സെല്ലുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ജയിലറും സൂപ്രണ്ടന്റും വെള്ളം അടിച്ച് അത് ആഘോഷിക്കുന്നു. അങ്ങനെ പോകുന്ന എത്ര പേരുടെ ലിസ്റ്റ് വേണം? ശേഖർ, ആന്റണി, ജാഫർ, ഇബ്രാഹിം, കരീം വേണോ? ഇനി വേണോ? How much do you want? ഓക്കെ, റിലാക്സ്. ലുക്ക്, ഈ ഫോണിൽ എ എന്ന അക്ഷരം അടിച്ച് ഒറ്റ നമ്പർ മാത്രമേ ഫീഡ് ചെയ്തിട്ടുള്ളൂ. നീ അതിലേക്ക് ഡയൽ ചെയ്താൽ എന്റെ ഫോൺ റിംഗ് ആവും. രാത്രികാലങ്ങളിൽ ഏതെങ്കിലും ലോക്കപ്പിന്റെ പൂട്ട് തുറക്കുന്നുവെങ്കിൽ എന്റെ ഫോണിലേക്ക് ഞാനൊരു കോൾ പ്രതീക്ഷിക്കും. അറിയാവല്ലോ, ജയിലിനകത്തത് പാടില്ലാത്തതാണ്. സോ വെരി കെയർഫുൾ. നിനക്കെന്ത് വേണം? എനിക്ക് വധശിക്ഷ വാങ്ങി തരുമോ? ഇനി മനുഷ്യമുഖങ്ങൾ കണ്ട് ജീവിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് വധശിക്ഷ വാങ്ങി തരുമോ? If I died today, would they come to my funeral dressed in black or in shades of grey?
പൊളിച്ച് ഭൂമി വിട്ടുതരില്ല. ഞങ്ങളുടെ കുടിലുകൾ പൊളിച്ചു മാറ്റി. വീടില്ല ഇവിടെ ഒരു വ്യവസായം. അവര് പറയട്ടെ. സർക്കാർ ഉത്തരവാണ്, തടയരുത്. ഞങ്ങൾ വോട്ട് നിന്ന് ജയിപ്പിച്ച സർക്കാരാണ്. ആ സർക്കാരിനാണോ ഞങ്ങളുടെ കൂരയും കുടിലും ഒക്കെ പൊളിക്കേണ്ടത്? തർക്കിച്ചാൽ ബലം പ്രയോഗിക്കേണ്ടി വരും. സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലുള്ളത് എന്തും സർക്കാരിന് പൊളിച്ചു മാറ്റാം. കേറിക്കിടക്കാനുള്ള കൂര പൊളിച്ചിട്ട് ഒരു വ്യവസായവും വേണ്ട. നഷ്ടപരിഹാരം കടലാസില. അത് തന്നിട്ട് മതി ഞങ്ങളുടെയൊക്കെ വീടിന്റെ ഒരു കല്ലളക്കാൻ. അതൊന്നും ഞങ്ങൾക്കറിയില്ല. വ്യവസായ വകുപ്പിന് വേണ്ടി അക്വയർ ചെയ്ത ഭൂമിയാണിത്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സർക്കാരിൽ അറിയിക്കണം. ഞങ്ങളെ കല്ല് ചുമന്നും കഷ്ടപ്പെട്ടും രക്തം വെള്ളമാക്കി ഉണ്ടാക്കിയ മുതലായത്. അതിൽ തൊടുന്നതിന് മുമ്പേ ഞങ്ങളെയൊക്കെ കൊല്ലേണ്ടി വരും. കളക്ടറെ, മര്യാദയ്ക്ക് പോലീസിനെയും പട്ടാളത്തിനെയും വിളിച്ചോണ്ട് പൊക്കോണം. നോ, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ഉത്തരവ് നടപ്പാക്കിയേ പറ്റൂ. നിങ്ങൾ കേക്കണം കളക്ടറെ, ഇതേ ഞങ്ങളുടെ കൃഷ്ണാട്ടിന്റെ കാലത്ത് തുടങ്ങിയ പ്രശ്നം. നമ്മൾ വ്യവസായത്തിനൊന്നും എതിരല്ലെന്ന് ഒഴിഞ്ഞു പോവാനും തയ്യാറാ. പക്ഷെങ്കില് ഞമ്മൾ ആവശ്യപ്പെട്ട ഭൂമി അത് കബൂലാക്കി ആ കടലാസ് ഞമ്മടെ കയ്യിൽ വെച്ച് തരണം. ഇല്ലെങ്കിലേ ആദ്യം ഞമ്മടെ മയ്യത്തെടുക്കേണ്ടി വരും. ഹലോ വിശോട്ടാ. ആ പറയൂ. ഓഹോ, അയ്യോ വേണ്ട, പെട്ടെന്ന് കയറിയങ്ങ് അറ്റാക്ക് ചെയ്ത് കളയരുത്. മയത്തിലൊന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്ക്. എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ ഈ ലോ ഹാൻഡ് ഓർഡർ നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. ചടങ്ങിന് 1-2 വെടി ആകാശത്തേക്ക്, പിന്നത്തെ വെടി അവിടുത്തെ പാവപ്പെട്ടവന്റെ നെഞ്ചത്തേക്കല്ലേ? മിസ്റ്റർ വിശ്വനാഥൻ. അതെ, വിശ്വനാഥൻ. മര്യാദയ്ക്ക് കളക്ടറെ വിളിച്ച് അവിടുന്ന് പിന്തിരിയാൻ പറയണം. ഇത് ഗവൺമെന്റ് തീരുമാനമാണ്, നടന്നിരിക്കും. തിരുത്തണം ആ തീരുമാനം. 5 സെന്റ് ഭൂമി നഷ്ടപ്പെട്ടവന് 1 സെന്റ് ഭൂമി പോലും വാങ്ങാൻ തയ്യാത്ത നക്കാപ്പിച്ച കൊടുത്ത് അവരൊഴിപ്പിച്ച് ഇവിടെ ഈ നന്ദിഗ്രാം ആവർത്തിക്കാനുണ്ട് ഭാവമെങ്കിൽ തടയും. എന്ത് വില കൊടുത്താ തീരുമാനം? എങ്കിൽ രാജിവെച്ച് ഇറങ്ങി പോണം മിനിസ്റ്റർ. എന്നിട്ട് അവരുടെ മുന്നിൽ നിന്ന് കൊടിപിടിക്കേ. രാഷ്ട്രീയ കുലംകുത്തികൾക്ക് പറഞ്ഞിട്ടുള്ളത് തെരുവ. താൻ അവിടെ പോയി ചരച്ചാ മതി. റവന്യൂ വകുപ്പ് എനിക്കാണെങ്കിൽ ആ കസേരയിൽ ഞാൻ ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ നോട്ടീസ് കൊടുത്ത ഒറ്റ കുടില് പോലും നാളെ തട്ടേക്കാട്ട് കോളനിയിൽ ഉണ്ടാവില്ല. കളക്ടർ മീരാദേവിയെ കണക്ട് ചെയ്യൂ. അത്രയ്ക്ക് ആവേശം അങ്ങോട്ട് കാണിക്കില്ല സാറേ. കാരണം നാളെ സാറ് തന്നെ റവന്യൂ മന്ത്രിയുടെ സീറ്റിൽ നിന്ന് ഉറപ്പിച്ച് അങ്ങോട്ട് പറയാൻ കഴിയില്ലല്ലോ സാറേ. സാറ് പറഞ്ഞ പോലെ രാഷ്ട്രീയ കുലകുത്തികൾക്ക് പറഞ്ഞിട്ടുള്ള തെരുവ് തന്നെയാ. ചിലപ്പോ അവിടെ പോയിട്ട് ചിഴക്കേണ്ടി വന്നല്ലോ. എന്താ സംശയം ഉണ്ടാ? സാറിന്റെ ഒരു പുന്നാര അനുജനല്ലേ സമൂഹത്തെ സേവിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ പിടിച്ച് സർക്കാരിന്റെ അതിഥിയായി ജയിലിൽ കഴിയുന്നവൻ. അവനെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ അവന്റെ വായിൽ നിന്ന് വീണ് കിട്ടിയ ചില പളങ്കുമണികൾ ഞങ്ങളൊരു പെട്ടിയിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പലതിലും സാറിന് മനോഹരങ്ങളായ ചിത്രങ്ങളും ഉണ്ട്. കമ്മീഷണർ ഇക്ബാലിനും എനിക്കും അറിയാവുന്ന ചില രഹസ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നാളെ അത് വാർത്തയായിട്ട് വരണോ അതോ തട്ടേക്കാട് കോളനിയിലെ പ്രശ്നം വാർത്തയായിട്ട് വരണോ സാറ് തീരുമാനിക്കാം. അതെ, ഒരു ബ്ലാക്ക് മെയിലിംഗ് ഇല്ലാതെ എങ്ങനെയാ സാറേ ഇത്തരം കാര്യങ്ങൾ ഒരു സ്മൂത്ത് ആയിട്ട് നടക്കുക? അതുകൊണ്ട് യുക്തമായിട്ടൊരു തീരുമാനം സാർ എടുക്കുക. തീരുമാനം ഒരുപാട് വൈകിയാൽ ഒരു റിയാലിറ്റി ഷോ കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാണും. പറയട്ടെ? CM-നൊന്ന് കണക്ട് ചെയ്യേ. മോളെ മോളെ എഴുന്നേക്ക്. അച്ഛനെ ഒരു ഗസ്റ്റ് ഉണ്ട്. മോള് പോയി കിടന്നു. ഞാൻ ഉറങ്ങണതിന് മുമ്പ് വരുമല്ലോ. പിന്നെ എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നടരാജനുമായി വീണ്ടും മുടക്കിത്താനല്ലേ സാർ? അത് പിന്നെ ഒരു കണക്കിന് തട്ടേക്കാട് കോളനി പ്രശ്നമാ പാർട്ടിക്ക് തന്നെ അച്ഛനെ വേണ്ടാതാക്കിയത്. സത്യം പറഞ്ഞാൽ ആ പ്രശ്നം തന്നെയാ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി ഒരേ പാർട്ടിക്ക് തന്നെ വീണ്ടും അധികാരത്തിലേറാൻ അവസരമൊരുക്കിയത്. നിന്നെ പുറത്താക്കാൻ പ്രത്യേകിച്ചൊരു പാർട്ടിയില്ല. പക്ഷേ അതിന് ശ്രമിക്കുന്നവർ പുറത്തുണ്ടായിരിക്കും. രാഷ്ട്രീയത്തിൽ വേണ്ടത് എടുത്തിയാട്ടമല്ല, തന്ത്രമാണ്. ഇല്ലെങ്കിൽ അത് ശത്രുക്കളെ സൃഷ്ടിക്കാനേ കഴിയൂ. എന്റെ കൃഷ്ണേട്ടന്റെ മകൻ ഒരുപാട് ഉയരത്തിലിരിക്കുന്നെന്ന് കാണാൻ മോഹമുണ്ടെനിക്ക്. ആ മോഹത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ പാകത്തിന് നീ ശത്രുക്കളെ സൃഷ്ടിക്കരുത്. ഓർക്കുക, ശത്രു സംഹാരമേ ഉള്ളൂ, മനുഷ്യത്വമില്ല. അതാണ് പോളിറ്റിക്സ്. സൂക്ഷിക്കണം. ഇത്രയുമേ ഇപ്പോൾ എനിക്ക് ഇതിനോട് പറയാനുള്ളൂ.
എങ്ങനെയുണ്ട് ഡോക്ടർ? അത്ഭുതം വല്ലതും സംഭവിച്ചാലായി. എന്ന് വെച്ചാൽ ഒരു 5% പോലും സാധ്യത ഞാൻ കാണുന്നില്ല. മൈ ഗോഡ്. നോ, ഡോക്ടർ മാറണം. ശേഖർ, ശേഖർ, ശേഖർ കണ്ണു തുറക്കും. ശേഖർ പ്ലീസ്. ശേഖർ, ആഭ്യന്തരമന്ത്രി ഏതാനും ദിവസങ്ങൾ. ശേഖർ, ശേഖർ പറയൂ. കമോൺ. ശേഖർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കളക്ടർ ഇരിക്കണം. വിളിപ്പിച്ച കാര്യം പറയാം. സർ. കളക്ടറോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. പറയൂ സർ. മറ്റൊന്നല്ല, നമ്മുടെ തട്ടേക്കാട് കോളനിയിൽ ഇഷ്യൂ. അതുമായി ബന്ധപ്പെട്ട ഫയൽ കളക്ടർ മേശപ്പുറത്ത് ഉറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതൊന്ന് പൊടി തട്ടിയെടുക്കണം. മുരുക്കുമുറി ചേത്തുമ്പള്ളിക്കടുത്ത് സർക്കാരിന്റെ കൈവശമുള്ള 66 ഏക്കർ സ്ഥലം, അതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം മാന്യമായ നഷ്ടപരിഹാരവും. അതൊരു ന്യായമല്ലേ? അതുകൊണ്ട് അതവർക്ക് കൊടുത്തു എന്നുള്ള ഉത്തരവിട്ട് ആ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യണം. നോ, ഇറ്റ്സ് എൻ ഓർഡർ. നാളത്തെ പത്രങ്ങളിൽ ആ വാർത്ത വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്തു പറയുന്നു? പക്ഷേ സർ, അത് പൊളിച്ചു നീക്കാനാണ്. അതെ, അതിനവർക്ക് എതിർപ്പില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റണമെന്നുള്ളൂ. അതിലൂടെ ഒരു പറ്റം പാവം മനുഷ്യരുടെ കാലങ്ങളായുള്ള കണ്ണീരിനൊരു മോചനം. ഒപ്പം അവിടെ തുടങ്ങാനിരിക്കുന്ന വ്യവസായത്തിന് തടസ്സങ്ങളില്ലാത്തൊരു വഴി. അതിന്റെ പിന്നിൽ എന്ത് വിപ്ലവം ഉണ്ടായാലും കളക്ടർ പേടിക്കണ്ട. കൂടെ ഉണ്ടാവും ഈ മിനിസ്റ്റർ വിശ്വനാഥൻ. അതെ, ആരെങ്കിലും ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഒരുത്തൻ തന്നിഷ്ടപ്രകാരം കാണിച്ച തോന്നിവാസം അച്ചടിച്ചു വന്ന പത്രത്തിലെ അക്ഷരങ്ങളുടെ ചന്തം നോക്കാനാണോ അടിയന്തരമായി നമ്മളോട് കൂടിയത്? ഇനി എന്തിനാണ് നടരാജൻ സാറേ മന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എന്തിന്? ഈ കളക്ടർ പറഞ്ഞാൽ മതിയല്ലോ. സാക്ഷാൽ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ഉള്ളപ്പോ
വേറൊരു വകുപ്പിന്റെ മേധാവി എന്തെങ്കിലും ഉത്തരവിട്ടാൽ അതിൽ കയറി ഒപ്പിടാൻ മാത്രമുള്ള വിവരമേ ഈ കളക്ടർക്കുള്ളൂ. മിനിസ്റ്റർ അല്പം കൂടി അന്തസ്സായി ബിഹേവ് ചെയ്യണം. അല്ല, എന്താ ഈ ബിഹേവ് എന്ന് പറഞ്ഞാൽ? IAS എടുത്തതിന്റെ പേരിൽ എന്ത് അവഹേളനവും സഹിക്കേണ്ടവരാണ് ഞങ്ങളെന്ന് കരുതരുത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. മിനിസ്റ്റർ ഉത്തരവിട്ടതാണോ അതനുസരിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? തോന്നിവാസം കാണിക്കാൻ മന്ത്രിക്ക് കൂട്ടു നിന്നിട്ട് IASന്റെ മഹത്വം വിളമ്പെന്നോ? മിസ്റ്റർ നടരാജൻ, ഒരു കളക്ടറോട് താനിങ്ങനെ എന്താ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം വെച്ച് വരെ തൂക്കിക്കൊല്ലൂ? ഒറ്റ ഫോൺ കോൾ, ഗവൺമെന്റ് സെക്രട്ടറി വിളിച്ചൊരു വാക്ക്, അത്രയെങ്കിലും ചെയ്യാമായിരുന്നില്ല ഇവർക്ക്? ഇല്ലെങ്കിൽ CM പറ, ഈ നെറുകെട്ട നടപടിക്കെതിരെ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? കൃത്യമായ ഒരു ഉത്തരം കാണില്ല CM-ന്. അവൻ അധികാരത്തിൽ കയറി അന്നു മുതൽ ഒരു തരം മൗനവ്രതമാ. ഇനിയിപ്പോ മുഖ്യമന്ത്രിയും അയാളും ചേർന്ന് നടത്തിയ ഒത്തുകളിയല്ലെന്ന് ആര് കണ്ടു? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും ഏറ്റെടുക്കാനുമുള്ള ആർജവും നട്ടല്ലുമുണ്ട് എനിക്ക്. എങ്കിൽ തെളിയിക്കേ. ഈ വാർത്തയും ഉത്തരവും പുറത്തു വന്നതിന്റെ കാരണക്കാരനായ ഈ മന്ത്രിസഭയും ഭരണത്തെയും വെല്ലുവിളിച്ച വിശ്വനാഥിനെതിരെ നടപടി എടുക്ക്. അങ്ങനെ തെളിയിക്കണം CM ആർജവും ആണത്തവും. എന്റെ നടരാജൻ സാറേ, നിങ്ങൾ എന്തോന്നായി പറയുന്നത്? അയാൾക്കെതിരെ നടപടിയെടുത്താലേ അയാൾ പിന്തുണ പിൻവലിക്കും. ഒരു കണക്കിന് നോക്കിയാലേ ഇങ്ങനെ പോരടിക്കുന്ന മന്ത്രിസഭയുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതാ ഭേദം. ഇല്ല, അധികാരത്തിൽ ഏറിയിട്ടുണ്ടെങ്കിൽ 5 വർഷം തികച്ചിട്ടേ ഇറങ്ങൂ. അതിനുവേണ്ടി അവൻ മത്സരിച്ച മണ്ഡലത്തിൽ ഒരു ബൈ ഇലക്ഷൻ വേണ്ടി വന്നാൽ പോലും. മിസ്റ്റർ നടരാജൻ, വാട്ട് ഫൂളിഷ്നെസ്, വാട്ട് റിബിഷ്! എന്ത് തീരുമാനമാണോ താനെടുത്തത്? ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന് കരുതുക താൻ. എന്താ തനിക്കൊന്നും പറയാനില്ലേ? താൻ ഒറ്റയ്ക്കങ്ങ് ഭരിക്കാമെന്ന് കരുതിയോ? താനെന്തിനാണോ അവരെ നോക്കുന്നത്? അവരെ പ്രതിയാക്കി തിരികെ രക്ഷപ്പെടാമെന്നാണോ? നോ, ഇംപോസിബിൾ. സർ, ഇതിന്റെ പേരിൽ പഴി കേൾക്കാനും എന്നെ ബലിയാടാക്കാനുമാണ് തീരുമാനമെങ്കിൽ എനിക്ക് എല്ലാ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ് റിസൈൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇന്ന് രാജിവെക്കണം. ഉത്തരവിട്ട് ഞാനല്ലേ? അതിന്റെ പേരിൽ ഞാൻ രാജിവെക്കണോ? തയ്യാറാണ് ഞാൻ. മറ്റൊന്നും എനിക്ക് പറയാനില്ലേ സാർ. അല്ല, മന്ത്രിസ്ഥാനത്ത് നിന്നോ മുന്നണിയിൽ നിന്നോ ഈ രാജ്യസന്നദ്ധത? പേടിയുണ്ടല്ലേ? എങ്കിൽ കേട്ടോ, ഞാൻ രാജിവെക്കുന്നുവെങ്കിൽ അത് മന്ത്രിസ്ഥാനത്ത് മാത്രമായിരിക്കില്ല, പക്ഷേ അത് ആവശ്യപ്പെടണം. അയ്യോ, ആരെങ്കിലും അവന്റെ കാലൊന്ന് പിടിക്ക്, അല്ലെങ്കിൽ മന്ത്രിസഭ താഴെ വീഴും. CM-ന് എന്തെങ്കിലും പറയാനുണ്ടോ? അയാൾ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ? ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ മന്ത്രിസഭയുടെ ഭാവിയാണോ വേണ്ടത്, അതോ വിശ്വനാഥന്റെ രാജിയാണോ വേണ്ടതെന്ന്? സർ, എന്താ സർ, എന്താ സംഭവിച്ചത്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല ഇക്ബാലെ. പക്ഷെ എനിക്കിവിടെ സമ്മതിക്കേണ്ടി വന്നു. കളക്ടറെ കൊണ്ട് ഉത്തരവിടിപ്പിച്ച് ഞാൻ തന്നെയാണെന്ന്. വന്നവൻ ആരായാലും രൂപസാദൃശ്യത്തിൽ ഒരു മുടിയുടെ വ്യത്യാസമില്ലാത്തവനാണെന്ന് കളക്ടർ മീരാദേവിയുടെ കണ്ണുകളിൽ നിന്ന് എനിക്ക് വായിക്കാമായിരുന്നു. സാറിനെ പോലൊരുത്തൻ, സാറിന്റെ ജോലി, അതും കളക്ടറെ പോലും തെറ്റിദ്ധരിപ്പിക്കാന്ന് വെച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം. ഹോം മിനിസ്റ്റർ വിശ്വനാഥൻ, ഈ ഞാൻ നെല്ലിയാമ്പതി ഗസ്റ്റ് ഹൗസിൽ പോയിട്ടില്ല, കളക്ടർ മീരാദേവിയെ കണ്ടിട്ടുമില്ല. ഇനി ഞാനത് തന്നെയും പറഞ്ഞ് വിശ്വസിപ്പിക്കണോ? ആരെങ്കിലും അറിയും മുമ്പ് എനിക്ക് അവനെ കിട്ടണം. കിട്ടുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. ഇത് സിറ്റി പോലീസ് കമ്മീഷണർ ഇക്ബാൽ IPS-നോട് ഹോം മിനിസ്റ്റർ വിശ്വനാഥൻ്റെ ഓർഡറല്ല, നിന്നോടുള്ള അപേക്ഷയാണ്. എനിക്ക് കിട്ടണവനെ, ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ. സർ, ഒന്ന് വേഗം ശരിയാക്ക്. എന്താ ഇത്? ഇതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്ന് വേഗം ആവട്ടെ. 10 മണിക്ക് ചെന്നില്ലേ പണി കാണത്തില്ല, മനസ്സിലായോ? എന്താടി, എന്തു പറ്റി? കണ്ടില്ലേ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത്? മണിക്കൂർ 1 നിൽക്കാൻ തുടങ്ങിയിട്ട് ഇക്കുന്റെ വണ്ടി വന്ന നിലയ്ക്ക് ഞാൻ എന്തിനാ വെയിൽ കൊള്ളുന്നത്? ഹലോ ചേട്ടാ, വണ്ടി റെഡിയാക്കി നേരെ അമൃത ടിവിയിലേക്ക് കൊണ്ടുവരണേ. അറിയില്ലേ, എന്നെ കെട്ടാൻ പോകുന്ന ആളാ. ഇതൊന്ന് പിടിച്ചേ, അങ്ങോട്ട് നീങ്ങിയിരുന്നേ. നീങ്ങിയിരിക്കെ. എടി, ഞാൻ അത്യാവശ്യമായിട്ടാ. ഇത് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫില്ലറാ, ട്രാഫിക് ജാമിനെ കുറിച്ച്. അയ്യോ, എന്നോട് അങ്ങനെ പറയല്ലേ. ഒരു ദിവസം എത്രമാത്രം പേര് ട്രാഫിക് ജാമിൽ കിടന്ന് നട്ടം തിരിയുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർക്കൊന്ന് കാണിച്ചു കൊടുക്കാലോ. നാണം വെക്കുന്നെങ്കിൽ വെച്ചോട്ടെ. ഹലോ ചേട്ടാ, വണ്ടി എടുത്തോ ഒന്ന് പറ പ്ലീസ്. വണ്ടി എടുക്കടോ. പിന്നെ ഇക്കു, ഇന്നേ ഈ ഫില്ലർ എടുക്കുമ്പോ ഒരു സംഭവം ഉണ്ടായി. നീ ഇത് കണ്ടാ വണ്ടർ അടിക്കും. ശരിക്കും എനിക്ക് ഉറപ്പാ.
ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇയാളെ നിനക്ക് പരിചയം ഉണ്ടോന്ന്? എനിക്കറിയില്ല. ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ മിനിസ്റ്റർ ടീഷർട്ട് ഇട്ട ഡിറ്റു ഇയാളെ പോലെ ഉണ്ടാവുമല്ലേ? ഈ റാസ്കലിനെ ഇപ്പൊ തന്നെ പൊക്കണം. എല്ലാ സ്റ്റേഷനിലും ഇൻഫോം ചെയ്യാം. നോ, തൽക്കാലം ഇത് പുറത്താരും അറിയരുത്. ആരെങ്കിലും ഇത് അറിഞ്ഞാൽ മന്ത്രിസഭാ യോഗത്തിൽ ഞാൻ ഏറ്റെടുത്തതും അടിവരയിട്ട് പറഞ്ഞതിനുമെല്ലാം ഉത്തരം നൽകേണ്ടി വരും. സാർ? അതെ, എൻ്റെ രൂപസാദൃശ്യം ഉപയോഗിച്ച് ഫലത്തിൽ എനിക്ക് ഇമേജ് ഉണ്ടാക്കി തരാനോ എനിക്ക് ശത്രുക്കളെ സമ്മാനിക്കാനോ മാത്രമായിരിക്കില്ല അവൻ്റെ അവതാരം. ലക്ഷ്യങ്ങൾ വേറെയും ഉണ്ടായിരിക്കും. സാർ, ഒരു മിനിസ്റ്ററുടെ അധികാര പരിധിയിലാണ് അവൻ കയറി കളിച്ചത്. ഇറ്റ്സ് ടു ഡേഞ്ചറസ്. സാറിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ആവണം അവൻ്റെ പ്ലേ. ഇല്ലെങ്കിൽ ഇത്ര കൃത്യമായ ഇഷ്യൂ തന്നെ അവൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സർ, സേ ദിസ്. ഇതൊരു വെൽ പ്ലാൻഡ് പ്ലേ ആണെന്നതിനുള്ള തെളിവാണിത്. മിനിസ്റ്ററുടെ ഒഫീഷ്യൽ അഡ്രസ്സിൽ നിന്നുമാണ് കളക്ടർക്ക് ഈ മെസ്സേജ് പോയിരിക്കുന്നതും നെല്ലിയാമ്പതി ഗസ്റ്റ് ഹൗസിൽ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കോൺഫിഡൻഷ്യൽ മാറ്റർ എന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്തിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും ആരുടെയൊക്കെയോ ഔദ്യോഗിക കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് സർ. സർ, ഒരു പരിധിക്കപ്പുറം ഈ മാറ്റർ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഒരു നീക്കവും നടത്താൻ ഡിപ്പാർട്ട്മെന്റിന് കഴിയില്ല. നോ, ഡിപ്പാർട്ട്മെന്റിന് കഴിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കഴിയണം. മിസ്റ്റർ ഇക്ബാൽ, എനിക്കറിയണം എന്തിനു വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. ഇതിനുള്ള മറുപടി അവന്റെ നെഞ്ചിലോ തലച്ചോറിലോ ഉണ്ടെങ്കിൽ ഒരു തുള്ളി ചോര പോലും പൊടിയാതെ കീറി പുറത്തെടുക്കും ഞാൻ. അതുവരെ നമ്മളല്ലാതെ ഈ രഹസ്യം മറ്റാരും അറിയില്ല. Hey! Stop! Police. ഒരു മനുഷ്യനും പറയില്ല അത് വിശ്വനല്ലെന്ന്. അത്രയ്ക്ക് സാമ്യമുണ്ട്. വെറുതെ അല്ല കളക്ടർക്ക് തെറ്റിയത്. എനിക്കൊന്ന് കാണണമല്ലോ അവനെ. ഇപ്പൊ വെന്റിലേറ്ററില്ല. 1% പോലും ഹോപ്പ് ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മാത്രമല്ല വിശ്വ ഇപ്പൊ അവനെ കാണാൻ ചെന്നാൽ അതൊരു വാർത്തയാവും. പക്ഷെ എനിക്ക് അവൻ എന്റെ ശത്രുവാണെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കെണിയിൽ വീണത് പുലിയാണോ പൂച്ചയാണോ എന്നറിയാതെ നമുക്കൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പോഴവന്റെ ജീവൻ രക്ഷിക്കാണ് വേണ്ടത്. ഏതു വിധത്തിലും അവൻ ജീവിച്ചിരിക്കണം എന്നെന്റെ മനസ്സ് പറയുന്നു. ഗംഗ, നീ എങ്ങോട്ടാ? അവളിത് എങ്ങോട്ടമ്മേ? നീ വലിയ തിരക്കിലാന്ന് കരുതി അവക്ക് അവളുടെ അച്ഛനെ കാണാൻ പോകാതിരിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്താ അമ്മേ പ്രശ്നം? അവളുടെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നു മോനെ. കുറച്ചു മുമ്പ് ഇവനിവിടെ വന്നപ്പോ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ടേന്ന് പുറകെ നടന്ന് ചോദിച്ചു ഇവള്. കുറച്ചു മുമ്പ്? അതെ, ഒരു 10 മിനിറ്റ് മുമ്പ്. എന്നിട്ട് അവനത് കേട്ട ഭാവം പോലും കാണിക്കാതെ ഒരൊറ്റ പോക്ക്.
എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോന്ന് ഞാനും പറഞ്ഞു. എവിടെ? എന്നിട്ടിപ്പോ ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞിട്ട് പോയിക്കൂടെയെന്ന്. വേം വിട്.